രാവിലെ തന്നെ നമ്മുടെ പഴയ ചേതൊക്കെ എടുത്തൊന്ന് തുടച്ച് ക്ലീൻ ആക്കി ഒരാവശ്യത്തിന് വേണ്ടി പൊള്ളാച്ചിയിൽ തെങ്ങും തോപ്പ് നോക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഞാൻ വണ്ടി തുടക്കുന്ന സമയത്ത് വീട്ടിന് മുറ്റത്ത് വ്യത്യസ്തമാർന്ന രീതിയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, എന്റെ അച്ഛമ്മ. അപ്പോഴേക്കും എന്റെ വണ്ടി മുതലാളി നമുക്ക് വെളിയിൽ ഇറങ്ങാൻ സമയമായി എന്ന് പറഞ്ഞതുകൊണ്ട് വേഗം ഡ്രസ്സ് മാറി അച്ഛമ്മ ഞാൻ വെളിയിൽ പോയിട്ട് വരാമെന്ന് അച്ഛമ്മയിൽ പറയാണ്. അച്ഛമ്മ അപ്പോഴേക്കും എന്റെ എവിടെ പോയാലും മോന്തി നേരം ആകുമ്പോഴേക്കും വീട്ടിലേക്ക് പാത്രമായ മോന്തി നേരം എന്ന് പറഞ്ഞാൽ പാലക്കാടൻ ഭാഷയിൽ വൈകുന്നേരം എന്നാണ് അർത്ഥം. അങ്ങനെ ഞാനിപ്പോൾ എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ചേതൊക്കെ സ്കൂട്ടർ എടുത്ത് തെങ്ങും തോപ്പ് നോക്കാൻ വേണ്ടി പൊള്ളാച്ചിക്ക് ഗൾഫിലുള്ള കൂട്ടുകാരനെ തെങ്ങും തോപ്പ് നോക്കാനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ തെങ്ങും തോപ്പിന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് അവനെ അയച്ചു കൊടുത്ത് വന്ന പരിപാടി കഴിഞ്ഞപ്പോൾ വെറുതെ ഇരിക്കുകയാണ് ഞാനും വരും. അതുകൊണ്ട് അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി വയറ് നിറയെ ഫുഡ് കഴിച്ചപ്പോൾ നല്ല മയക്കം വരാൻ തുടങ്ങി. അതുകൊണ്ട് അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ കയറി കൂട്ടുകാരന് ഞാനും ഒറ്റ ഉറക്കം. ഒന്ന് മയങ്ങി എണീക്കുമ്പോഴേക്കും ഇനി വീട്ടിൽ പോയിട്ടും വലിയ പരിപാടികളൊന്നും ഇല്ല, വെറുതെ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് വണ്ടി എടുത്തിന് തോന്നുമ്പോൾ വീട്ടിൽ പോകാന്ന് പറഞ്ഞ് വണ്ടി എടുത്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ പോവാണ്. അങ്ങനെ ഈ ഒരു അമ്മന്റെ കട കണ്ടപ്പോൾ ഉപ്പിലിട്ട മാങ്ങിയും വാങ്ങിച്ച് റോഡോ എടുത്ത് അത് കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ ഹെൽമെറ്റ് ഇടാത്തതിന് രണ്ട് ഏട്ടന്മാരെ പിടിച്ചിട്ട് അവന്റെ ഫൈൻ അടയ്ക്കാൻ പറയണം. അങ്ങനെ ഓരോ വണ്ടിയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് ഹെൽമെറ്റ് ഇടാണ്ട് വന്ന് വേറൊരു വണ്ടിന്റെ സൈഡിൽ കൂടെ കയറിയിട്ട് പോലീസുകാരനെ പറ്റിച്ചിട്ട് സിമ്പിൾ ആയിട്ട് പോയി. ഞാനാണെങ്കിൽ മാങ്ങിയും കഴിച്ച് ഇതൊക്കെ ആസ്വദിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി സ്ഥിരം ചായക്കടയിൽ പോയിട്ട് ഒരു ചായയും കുടിച്ച് വണ്ടി എടുത്തിട്ട് നേരെ പോയത് പഴനിയിലേക്കാണ്. ഞാൻ പഴനി എത്തി എന്ന് പറഞ്ഞാൽ എന്നെ കൂടുതൽ അറിയുന്ന കൂട്ടുകാരന്മാരും വേണ്ടപ്പെട്ടവർ വരെ ഇപ്പൊ പഴനിയിൽ ചിന്ന വീടും അതുപോലെ തന്നെ കാമുകിയും പഴനിയിലുണ്ട് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല, അതും വെറും തെറ്റിദ്ധാരണയാണ്. അങ്ങനെ അവിടെ എത്തി നമ്മുടെ സ്ഥിരം അണ്ണന്റെ കടയിൽ നിന്ന് നല്ല ദോശയും കഴിച്ച് പഴനി ഒന്ന് റൗണ്ട് അടിച്ച് കുറച്ച് നേരം ഹൈവേ ഓരത്ത് വെറുതെ നല്ല കാറ്റും കൊണ്ട് ഇരിക്കാന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഞാൻ ഹൈവേ ഓരത്ത് കാറ്റ് കൊണ്ടിരിക്കാന്ന് പറഞ്ഞ് കൂട്ടുകാരൻ്റെ പറഞ്ഞപ്പോൾ നിക്ക് വല്ല പ്രാന്തിന്റെ ചങ്ങാതി നമ്മളെപ്പോഴും വീട്ടിൽ പോകാന്നാണ് കൂട്ടുകാരൻ എന്നോട് ചോദിക്കുന്നത്. ഇപ്പൊ വീട്ടിൽ പോയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലാലോ എന്ന് കൂട്ടുകാരൻ്റെ പറഞ്ഞ് 1 മണി സമയത്ത് പഴനി കൂടെ വണ്ടി ഓടിച്ച് ചുറ്റി നടക്കുകയാണ്. അങ്ങനെ 1 മണി സമയത്ത് നമ്മുടെ ഒരു അണ്ണന്റെ ചായക്കടയിൽ വന്ന് നല്ല ചായ വാങ്ങിച്ച് അത് കുടിച്ച് അവിടെ ഇരിക്കുകയാണ്. കടയിൽ ഞങ്ങളല്ലാതെ വേറെ ആരും തന്നെ ഇല്ല. അങ്ങനെ ഒരു ചായ വാങ്ങിച്ച് 1 മണിക്കൂറോളം അവിടെ ഇരുന്ന് വേറൊരു കടയിൽ പോയി ഒരു ഗ്രീൻ ടീ വാങ്ങി അവിടെയും 1 മണിക്കൂറോളം ഇപ്പൊ ഇരിക്കുകയാണ്. ഈ കടയിലാണെങ്കിൽ ഞങ്ങളല്ലാണ്ട് വേറെ ആരും തന്നെ ഇല്ല. അങ്ങനെ വേറെ ഒരു അറിയുന്ന അണ്ണന്റെ കടയിൽ പോയി ചായയും മഞ്ഞും വാങ്ങിച്ച് രാവിലെ ആവണം വരെ അവിടെ ഇരുന്നു. രാവിലെ എണീറ്റ് നമ്മുടെ ഒരു അണ്ണന്റെ കടയിൽ പോയി ജിഗർദണ്ഡ വാങ്ങിച്ചു കുടിച്ചിന് വീട്ടിൽ പോയാലോ എന്നൊരു തോന്നല. അതുകൊണ്ട് നേരെ വണ്ടി വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ വീട്ടിൽ പോകുന്ന വഴിക്ക് നമ്മുടെ സ്ഥിരം വേറൊരു കടയിൽ നിന്ന് മീനും മട്ടനും ചിക്കനും മുട്ടയും എല്ലാം കൂടെ ചേർന്ന് ഒരു ഊണും കൂടെ കഴിച്ച് വേറൊരു കടയിൽ പോയിട്ട് നല്ലൊരു തണ്ണിമത്തൻ ജ്യൂസ് വാങ്ങിച്ച് കുടിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പൊള്ളാച്ചി എത്താറാകുമ്പോൾ നല്ല മഴ. അതുകൊണ്ട് നമ്മുടെ സ്ഥിരം അമ്മന്റെ ചായക്കടയാണ് ഇത്. അവിടെ നിന്ന് ഒരു കട്ടൻ ചായയും വാങ്ങിച്ചു കുടിച്ചപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, പൊള്ളാച്ചിയിൽ അമ്മായിന്റെ വീട്ടിലേക്ക് പോയിട്ട് ഒരുപാട് നാളായി. അതുകൊണ്ട് ഇപ്പൊ അമ്മായിന്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ പോവാണ്. അപ്പൊ ശരി, അമ്മായിന്റെ വീട്ടിലേക്ക് ഒന്ന് പോട്ടെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം ട്ടാ, ബൈ.